വെൽക്കം ഗൈസ്. ഇന്ന് ഇപ്പോൾ ചെയ്യാൻ പോണത് നമുക്ക് 1-2 NCERT ക്വസ്റ്റ്യൻ ചെയ്യാം, ഒരു 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യാം, പിന്നെ നമുക്ക് പ്രൂഫ് പഠിക്കാം അല്ലേ. പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്, പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വിടുന്നില്ല, നമുക്ക് പഠിക്കാം എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളത്. സോ നമ്മൾ എന്താ പ്രൂവ് ചെയ്യണത്, എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ 6.1 തിയറം നമ്പർ 6.1 ആണ്, ട്രയാങ്കിളാണ് ചാപ്റ്റർ. എന്താണ് നമ്മൾ 6.1 തിയറം ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ആ തിയറം എന്താ ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ പാരലായിട്ട് വേറൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ടു ഇൻ്റർസെക്ട് ദ അതർ ടു സൈഡ്സ് ഇൻ ഡിസ്റ്റിങ് പോയിന്റ്, 2 ഡിഫറെൻറ്റ് പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നമ്മൾ ABC കൊടുത്തു, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, DE എന്ന് കൊടുക്കുന്നു. അങ്ങനെയുള്ള പൊതുവെ നമുക്ക് കാണുന്ന ബുക്കിൽ. സോ അങ്ങനെ കൊടുത്തു. 2 ഡിഫറെൻറ്റ് പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന രീതിയിൽ തേർഡ് സൈഡിൻ്റെ പാരലായിട്ട് ഒരു ലൈൻ ഒരു ട്രയാങ്കിളിൽ പോകണമെങ്കിൽ ദ അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദ സെയിം റേഷ്യോ. ഈ ട്രയാങ്കിളിൻ്റെ റേഷ്യോസ് സെയിം ആയിരിക്കും, സെയിം പ്രപ്പോർഷനിലാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സോ തിയറം നിങ്ങൾ ആദ്യം പഠിച്ചേക്കുക, ഏറ്റവും ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? പ്രൂവ് ചെയ്യാനുള്ളത് സെയിം പ്രപ്പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD by DB is equal to AE by EC. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ പ്രൂവ് ചെയ്യാൻ തുടങ്ങുക. എന്താ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഈ തിയറം പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ഈ ട്രയാങ്കിളിൻ്റെ അടിഭാഗം എന്താ നമ്മൾ കൺസ്ട്രക്ഷനിൽ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, സോ ഇതിലെന്താ ഉണ്ടാവുക? ഇതിലുണ്ടാവുക എന്താ വെച്ചാൽ ഇത് 2 ട്രയാങ്കിളായി മാറുന്നില്ല. AD ഇതൊരു ട്രയാങ്കിളാണ്, ADE. പിന്നെ BD ഒരു ട്രയാങ്കിൾ ആവില്ല, BD ഒരു ട്രയാങ്കിളാണ്. അതുപോലെ ADE നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഇത് രണ്ടും. പിന്നെ DEC ഒരു ട്രയാങ്കിളാണ്. അങ്ങനെ ഒരു ട്രയാങ്കിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ചെയ്തത്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ വേറൊരു കൺസ്ട്രക്ഷനും കൂടി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ DM പെർപെൻഡിക്കുലർ ടു AC നമ്മൾ ഇടുന്നു. DM പെർപെൻഡിക്കുലർ ടു AC കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിരിക്കും. പെർപെൻഡിക്കുലർ പറഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ആയല്ലോ, കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇട്ടു. ഓക്കെ, ഇനി നമ്മൾ പെർപെൻഡിക്കുലറാണ് വരയ്ക്കുന്നത്. ഓക്കെ, നമ്മൾ സൊല്യൂഷനിൽ എഴുതണം ഇത് എന്താ. അതുപോലെ ഇതിനെ നമ്മൾ M ആക്കി എടുത്തു. നിങ്ങളുടെ ബുക്കിൽ ഇതൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഇതേ നൊട്ടേഷനാണ് കൊടുത്തിരിക്കുന്നത്, അത് തന്നെ ഞാനും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ 90 ഡിഗ്രി എന്താ EN പെർപെൻഡിക്കുലർ ടു AB മീൻസ് AB എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, അതിൽ ഒരു 90 ഡിഗ്രി വരച്ചു EN. ഇതാണ് കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ AC ലൈനുമ്പിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു DM. സോ അത് നമ്മൾ എഴുതണല്ലോ, എന്താ ഇത് DM പെർപെൻഡിക്കുലർ AC നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ വേറെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, EN പെർപെൻഡിക്കുലർ AB ഇത് നമ്മൾ ചെയ്തു. ഇനി എന്താ ചെയ്യുക? നമുക്കറിയാം നമ്മുടെ ഒരു ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ. നമ്മൾ ട്രയാങ്കിൾ ADE എടുക്കുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ AD ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ, ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്, ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ADE ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഹാഫ് ഈ ട്രയാങ്കിൾ എടുത്തു. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഈ ട്രയാങ്കിൾ ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ എടുത്തു, AD. ഓക്കെ, ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ പോകുന്നുണ്ട്. സോ ADനെ നമ്മൾ ബേസ് ആക്കി എടുക്കുകയാണെങ്കിൽ എടുത്തു. കാരണം എന്താ ബേസ് ആക്കി എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ട്രയാങ്കിളിനെ ഇങ്ങനെ കണ്ടു വെക്കുക. കറക്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് അതിൻ്റെ ഹൈറ്റായി മാറില്ലേ? ഹൈറ്റ് ഒരിക്കലും ഇതാവില്ല കേട്ടോ. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോഴാണ് അതിനെ ഹൈറ്റ് എന്നോ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എന്നോ പറയുക. സോ ADനെ നമ്മൾ ബേസ് ആക്കിയിട്ട് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ല, ഇത് AD ബേസ് ആണ്. ഹൈറ്റ് എന്താണ് ഈ ട്രയാങ്കിളിൻ്റെ,
ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഹൈറ്റ്. ഇതാണ് ബേസ് ആക്കി എടുക്കണമെങ്കിൽ ഇതാണ് ഹൈറ്റ് ആയിരിക്കുക. ഇതാണ് ബേസ് ആണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ 90 ഡിഗ്രി ഇതായിരിക്കും ബേസ് ആവുക. പക്ഷേ എന്താ ഇവിടെ സിമ്പിൾ നമ്മൾ ഈ 90 ഡിഗ്രി വരച്ച് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഹൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടി. സോ AD ഈസ് ഈക്വൽ ടു EN. അതവിടെ ഇരിക്കട്ടെ. ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE നോക്കുക. BDE ഒരു ട്രയാങ്കിൾ അല്ലേ? BDE ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? ഹാഫ് DB ഈസ് ഈക്വൽ ടു EN ഇൻറ്റു EN. ഇനി നിങ്ങൾ വിചാരിക്കും DBE ഇവിടെയാണ് കിടക്കുന്നത്, EN ഇവിടെയാണ് കിടക്കുന്നത്, പിന്നെ എങ്ങനെ അത് അതിൻ്റെ ഹൈറ്റ് ആവുക? നോക്കുക, ഒരു ട്രയാങ്കിൾ ഇപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണെങ്കിലും ഇപ്പം ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഹൈറ്റ് എന്താ ഉണ്ടാവുക? ഇങ്ങനെയാണ് ചെരിഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ? ദാറ്റ് മീൻസ് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടുന്ന് കറക്റ്റ് ഈ പോയിന്റിലേക്കുള്ള ആ 90 ഡിഗ്രി ലെങ്ത് എടുത്തു, ഈ പോർഷൻ നമ്മൾ എടുത്തു, അതാണ് ഹൈറ്റ് വരിക. മനസ്സിലായോ? ഒന്നും കൂടി കാണിച്ചു തരാം. ഇങ്ങനെ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ലൈനും ഇതിൻ്റെ ബേസും തമ്മിലുള്ള കറക്റ്റ് ആ 90 ഡിഗ്രി ഉള്ള ഡിസ്റ്റൻസിനാണ് ഹൈറ്റ് എന്ന് പറയുക. അല്ലാതെ ഇതിനെയോ അല്ലെങ്കിൽ ഇതിനെയോ ഹൈറ്റ് എന്ന് പറയില്ല. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിനെ പറയുക. അതുകൊണ്ടാണ് ഈ ട്രയാങ്കിൾ DBയുടെ ഹൈറ്റ് കറക്റ്റ് 90 ഡിഗ്രി ആൾട്ടിറ്റ്യൂഡ്, ഇതാണ് അതിൻ്റെ ഹൈറ്റ് ആയിട്ട് വരിക. സോ ഇതും എന്തായി? EN. സോ DB ഈസ് ഈക്വൽ ടു EN ആയി ഈ ട്രയാങ്കിൾ ഇതിൽ. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇനി നമുക്ക് ഇവിടെ വേറെ ട്വിസ്റ്റ് എന്താ വരുന്നത് വെച്ചാൽ, ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ ബേസ് ആക്കി എടുത്തത് ഇതാണ് അല്ലേ? നമുക്ക് സെയിം ട്രയാങ്കിളിൽ ഇതേ വരുന്ന ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADEയിൽ തന്നെ ADE ട്രയാങ്കിൾ തന്നെ എഴുതാൻ പറ്റില്ലേ? ട്രയാങ്കിൾ ADEയിൽ തന്നെ ഇതിന് വേറെ രീതിയിൽ എഴുതാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ബേസ് ആക്കി എടുത്തുകൊണ്ട് ഇതായി ഹൈറ്റായി. ഇനി ഇവിടെ നമുക്ക് എന്താ ഇതിനും ബേസ് ആക്കി എടുക്കാം. അപ്പോൾ ഹൈറ്റ് എന്തായിരിക്കും? ഇതായിരിക്കും. ഇതിനും ബേസ് ആക്കി എടുത്തു, ഹൈറ്റ് ഇതായിരിക്കും. സോ ഹാഫ് ബേസ് എന്തായി? AE, ഹൈറ്റ് എന്തായി? ഇൻറ്റു DM. സോ ഇപ്പോൾ ADനെ നമ്മൾ രണ്ട് രീതിയിൽ എഴുതി, ഒന്ന് ഇതും അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇനി നോക്കുക, ഇനി ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE. ഈ രണ്ട് ട്രയാങ്കിളിന് ഇതിനെ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ ADE പറഞ്ഞാൽ എന്താ? ഹാഫ് ഇൻറ്റു AD ഇൻറ്റു EN അല്ലേ? BDE പറഞ്ഞാൽ എന്താ? ഹാഫ് ഇൻറ്റു DB ഇൻറ്റു EN അല്ലേ? തന്നെ കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ EN ക്യാൻസലായി, ഹാഫും ക്യാൻസലായി. ഹാഫും ക്യാൻസലായി, ENും ക്യാൻസലായി. എന്താ ബാക്കി? AD ബൈ DB ആണ് ബാക്കിയുള്ളത്. ഇനി അതേപോലെ ഇപ്പം നമ്മൾ ചെയ്തില്ലേ, AD ബൈ DBE എടുത്തു. ഇനി ഇതേപോലെ നമ്മൾ എന്തൊരു സാധനം കൂടി എടുക്കണമായിരുന്നു? DEC. ഞാൻ ഡയറക്റ്റ് ചെയ്ത് കാണിച്ചു തരികയാണ്. ഇവിടെ ഇത് ഡിവൈഡ് ചെയ്തില്ലേ, അതേപോലെ നമ്മൾ വേറൊരു സാധനം കൂടി ഡിവൈഡ് ചെയ്യണം. അതെന്താണെന്ന് നോക്കുക. ട്രയാങ്കിൾ ADE ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ DBE ഡിവൈഡ് ചെയ്തില്ലേ, ഇനി എന്താ ചെയ്യുക? അതേപോലെ DEC ചെയ്യും. ട്രയാങ്കിൾ DEC ഡിവൈഡ് ചെയ്യും. അപ്പോൾ ADE നമ്മൾ DECയിൽ EC ഭാഗമല്ലേ വരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ADനെ രണ്ട് രീതിയിൽ കണ്ടുപിടിച്ചത്. മനസ്സിലായി? ഒരു പ്രാവശ്യം നമ്മൾ ഇതാണ് അപ്ലൈ ചെയ്തത്. ഇവിടെ ADE ഡിവൈഡഡ് ബൈ DBE ചെയ്യുമ്പോൾ മുകളിലത്തെ ഈ ഫോർമുല യൂസ് ചെയ്ത്. കാരണം എന്താ? DBEയിലും EN വരുന്നുണ്ട്, ഇത് കട്ടായി പോകാൻ വേണ്ടിയിട്ട്. ഇനി ADE അടുത്തതിൽ DECയിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത് എടുക്കുക, ഈ അടിയിലത്തെ ഫോർമുല എടുക്കുക. ഏത്? ഹാഫ് ഇൻറ്റു AE ഇൻറ്റു DM. ഓക്കെ, ഡിവൈഡഡ് ബൈ. ഇനി DEC ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ? നേരത്തെ ഞാൻ പറഞ്ഞ അതേ കോൺസെപ്റ്റ്. ഹാഫ് DEC പറയുമ്പോൾ EC അതിൻ്റെ ബേസ് ആക്കി എടുത്തു ഇൻറ്റു
നമ്മുടെ ഹൈറ്റ് എന്താക്കി എടുക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ്. ഇതാണ് ട്രയാങ്കിൾ എങ്കിൽ ഇതിൻ്റെ കറക്റ്റ് സ്ട്രെയിറ്റ് ഹൈറ്റ് ഏതാ വരിക, ഇതാണ് വരിക DM. സോ DM വന്നു. സോ ഹാഫ് ക്യാൻസൽ, DM ക്യാൻസൽ. എന്താ ബാക്കിയുള്ളത്? AEY/EC. നോക്കുക, നമുക്കിവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്തൊക്കെയായിരുന്നു? AD/DB, AE/AC ഇങ്ങനെ വന്നു. പക്ഷെ എന്താ, ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഇത് രണ്ടും ഇക്വലാന്ന് പ്രൂവ് ചെയ്യണം. ഇക്വലാന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ ആവുള്ളൂ. സോ അതെങ്ങനെ നമ്മൾ ഇക്വലാന്ന് പ്രൂവ് ചെയ്യുക? അതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുക വെച്ചാൽ, ഈ രണ്ട് ട്രയാങ്കിൾ സെയിമിൻ്റെ ഏരിയ ഈക്വലാണ്. എന്തുകൊണ്ട് ഈക്വലാണ്? ഏത് രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ DBEൻ്റെ BDEൻ്റെയും ഏരിയ ഓഫ് ട്രയാങ്കിൾ DECയും ഈക്വലാണ്. കാരണം എന്താ വെച്ചാൽ, ഒരു ട്രയാങ്കിളിൽ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ സെയിം ബേസ് സെയിം ആണെങ്കിൽ ഏരിയ ഈക്വൽ ആയിരിക്കും. നമ്മൾ സർക്കിളിൽ പഠിച്ചിട്ടില്ലേ അതേ കോൺസെപ്റ്റ്. മീൻസ് സർക്കിളും ഇതും സംഭവം വേറെ വേറെയാണ്. പക്ഷെ എന്താ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. ആ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ സെയിം ബേസ് ആയിട്ട്, മീൻസ് ഈ രണ്ട് പോയിന്റ് യൂസ് ചെയ്തിട്ട് ഏത് ട്രയാങ്കിൾ വരച്ചാലും എന്തായിരിക്കും, ആ എല്ലാ ട്രയാങ്കിൾസിൻ്റെ ഏരിയ സെയിം ആയിരിക്കും. അതാണ് കോൺസെപ്റ്റ്. സോ DBEയും DECയും എന്താ സെയിം ബേസ് ആണ്. എന്ത് ബേസ്? DE അല്ലേ? DE ബേസ് ആക്കി എടുത്തിട്ട് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും വരയ്ക്കാം. സെയിം ബേസിലാണ് കിടക്കുന്നത്. അപ്പോൾ റീസൺ എഴുതുക കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ അതിൽ കാണാൻ റീസൺ എഴുതിയിട്ടുണ്ട്. ഞാനതിവിടെ വീണ്ടും എഴുതണില്ല. റീസൺ എഴുതുക. DBയും DECയും പാരലൽ. സോ BDEൻ്റെ സ്ഥലത്ത് എനിക്ക് DEC എഴുതിക്കൂടെ, കാരണം ഇത് രണ്ടും ഈക്വലാണ്. അപ്പോൾ BDEൻ്റെ സ്ഥലത്ത് DEC എഴുതി കഴിഞ്ഞാൽ ഇത് രണ്ടിലും ഒരു വ്യത്യാസം ഉണ്ടാവില്ലല്ലോ, ഇത് രണ്ടും സെയിം ആയില്ലേ. ADE = BDEൻ്റെ സ്ഥലത്ത് ഞാൻ DEC എഴുതുകയാണെങ്കിൽ ഇതും സെയിം ആയി. അപ്പോൾ ഇതും സെയിം ആയി, ഇതിൻ്റെ ഈക്വൽ ടു അല്ലേ ഇത് പറഞ്ഞാൽ, ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ AD/DB = AE/EC വരും. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടി ഈ വീഡിയോ കാണാൻ, പിന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. ഇനി നമ്മൾ വേറൊരു തിയറമാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ആ തിയറത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഇതുവരെ നമ്മൾ റേഷ്യോ എങ്ങനെ എടുത്തിരുന്നത്? ADEB. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ രണ്ട് തിയറമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ റേഷ്യോ നമ്മൾ എങ്ങനെ എടുത്തിരുന്നത്? AD/DB = AE/EC. പക്ഷെ അത് മാത്രം, ഇത് ഈക്വൽ ആണെന്ന് സമ്മതിച്ചു, നമ്മൾ പ്രൂവ് ചെയ്തു. ഇത് കൂടാതെ എന്തും ഈക്വലാണ്. ഇതാണ് 2 പ്രൂവ് ചെയ്യേണ്ടത്. അതും കൂടി നമ്മൾ പ്രൂവ് ചെയ്യണം. എന്ത് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. AD ഈ പകുതി / ഫുൾ AB = AE/AC. ഇവിടെ എങ്ങനെ എടുക്കുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ റേഷ്യോ സെയിം ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആവും, പക്ഷേ ആ സാധനം എങ്ങനെ പ്രൂവ് ചെയ്ത് കാണിച്ചും കൊടുക്കണം. സോ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഗിവൻ എന്തൊക്കെയാണ്? നമുക്ക് ഗിവൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ABനെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് Dന്ന്, ACനെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് Eന്ന്. അത് രണ്ടും കൂട്ടിമുട്ടി ആൻഡ് ഈസ് പാരലൽ ടു, പിന്നെ DE പാരലൽ ടു BC ആണ്. DE പാരലൽ ടു BC എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ ഒരു പാരലലിൻ്റെ ഈ ക്ലോസ് കാരണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം തന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതും പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ പ്രൊപ്പോർഷൻ ഞാൻ ഇവിടെ എഴുതിയത് സെയിം ആയിരിക്കും ബൈ തിയറം. ആ തിയറം എഴുതുക. എന്താ? AD/DB = ഇനി മുതൽ ഈ തിയറം പഠിക്കുന്ന കാര്യം ഇത് അറിയാത്തുള്ളൂ നിങ്ങൾക്ക്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഡയറക്റ്റ് എഴുതാം. ഇത് പാരലൽ ആണെന്ന് തന്നതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ പ്രൊപ്പോർഷൻസ് AD/DB = AE/EC. ഇത് ആണ്. ഓക്കെ, ഇത് ഒബ്വിയസ് കേസാണ്. അത് മൈൻഡിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. സോ ഇത് കാരണം ഇത് കിട്ടി. എന്താ? ബൈ തിയറം. ആ തിയറം ഷോർട്ടിൽ നിങ്ങൾ എഴുതി വയ്ക്കുക അതിൻ്റെ മുന്നിൽ ബ്രാക്കറ്റിൽ. ഇനി എന്താ ചെയ്യുക നോക്കുക. ഇത് രണ്ടും നമുക്ക് ഒരേപോലെ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല. ഇതിനെ ഇവിടെ റെസിപ്രോക്കേറ്റ് ചെയ്യണമെങ്കിൽ അപ്പുറത്തും റെസിപ്രോക്കേറ്റ് ചെയ്യണമെന്ന് മാത്രം, അല്ലാതെ ഒരു സൈഡ് മാത്രം ആയിട്ട് ചെയ്യാൻ പറ്റില്ല. DB/AD = EC/AE. ഇതിനെ
രണ്ടിനെയും റെസിപ്രോക്കേറ്റ് ചെയ്ത് എഴുതി. ഇനി എന്താ ചെയ്യുക, ഞാൻ രണ്ട് സൈഡും ഒരു സൈഡും ഈക്വൽ ടുൻ്റെ രണ്ട് സൈഡും ഒരേപോലത്തെ മാറ്റം വരുത്തുകയാണെങ്കിൽ എന്താ നെറ്റ് എഫക്റ്റ് 0 തന്നെയാണ്. അതേപോലത്തെ എഫക്റ്റ് ഇപ്പുറത്തും ഇപ്പോൾ ഇവിടെ 2 ഉണ്ട്, 2 ഈസ് ഈക്വൽ ടു ഇപ്പുറത്തും 2 ഉണ്ട്, ഞാൻ ഇപ്പുറത്തും 1 പ്ലസ് ചെയ്തു ഇപ്പുറത്തും 1 പ്ലസ് ചെയ്തു, രണ്ടും 3 3 ആയി. ഇപ്പുറത്തും സെയിം മാറ്റമാണ് വരുത്തണമെങ്കിൽ ഓൾറെഡി ഈക്വൽ ആണെങ്കിൽ മാറ്റം വരുന്നതിൻ്റെ ശേഷം സെയിം മാറ്റമാണ് വരണമെങ്കിൽ ഈക്വൽ ആയിരിക്കും. സോ ഇപ്പുറത്തും +1 ആഡ് ചെയ്തു ഇപ്പുറത്തും +1 ആഡ് ചെയ്തു. ഈ +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അത് സോൾവ് ചെയ്യുക എങ്ങനെ വരിക, DB + AD നിങ്ങൾ LCM എടുത്തിട്ട് സോൾവ് ചെയ്യുക, ഡിവൈഡഡ് ബൈ AD വരും, ഈസ് ഈക്വൽ ടു EC + AE ഡിവൈഡഡ് ബൈ AE വന്നു അല്ലേ. ഇനി DB + AD ഇതവിടെ DB + AD തന്നിട്ടുണ്ട്, DB + AD ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, AB ആണ് കിട്ടുക ബൈ AD ഈസ് ഈക്വൽ ടു EC + AE ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, AC ആണ് കിട്ടുക ബൈ AE. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിനെ വീണ്ടും റെസിപ്രോക്കേറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ എഴുതിയാലും വേണ്ടി ഇതിനെ രണ്ട് സൈഡ് ഇപ്പോൾ നമ്മളിവിടെ മാറ്റിയില്ല, റെസിപ്രോക്കേറ്റ് ചെയ്തിട്ടാണോ +1 ചെയ്തത്, അങ്ങനെ ചെയ്യണ്ട. നിങ്ങളെന്താ മീൻസ് അത് ചെയ്തോളൂ. ലാസ്റ്റ് ആൻസർ കിട്ടി കഴിഞ്ഞിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, റെസിപ്രോക്കേറ്റ് ചെയ്യാം. എന്നാൽ കറക്റ്റ് ആ ഓർഡറിൽ വരുമല്ലോ. AD ഡിവൈഡഡ് ബൈ AB ഈസ് ഈക്വൽ ടു AE ഡിവൈഡഡ് ബൈ AC. അപ്പോൾ രണ്ട് തിയറം നമ്മളിവിടെ പഠിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2 6.2-ത്തെ നിങ്ങൾക്ക് ഹോംവർക്കാണ്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആ തിയറം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കി നോക്കുക, നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാം. ഫിഗർ വരയ്ക്കുക, CDB, പിന്നെ എന്തൊക്കെ തന്നിട്ടുള്ളത്, MLNA. ഓക്കെ, എന്താ ഇതിൽ പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുണ്ട് ഇൻ ഫിഗർ LM പാരലൽ മീൻസ് ഈ LM പറയുന്ന ലൈൻ BCയുടെ പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് LN എന്ന് പറയുന്ന ലൈൻ, ഈ ലൈൻ എന്തിൻ്റെ പാരലലാണ്, CDയുടെ പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, AM ഡിവൈഡഡ് ബൈ AB ഫുൾ, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത സാധനം, AM ഡിവൈഡഡ് ബൈ AB ഈസ് ഈക്വൽ ടു AN ഡിവൈഡഡ് ബൈ ഫുൾ AD. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. ഈ സാധനങ്ങൾ ഇതിനൊരു ട്രയാങ്കിളായിട്ട് കണ്ടിട്ട് ഹാഫ് പോർഷനെ ഒരു ട്രയാങ്കിളായിട്ട് കാണുക. ഇതും പാരലൽ തന്നിട്ടുണ്ടെങ്കിൽ എന്താ, ഇതിൻ്റെ പ്രൊപ്പോർഷൻസ് സെയിം ആവുമല്ലോ. ഹാഫ് ആക്കി ഇതിനെ ട്രയാങ്കിളായിട്ട് കാണാം. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി BPT എന്ന് പറയൂട്ടോ. ഈ തിയറത്തിനെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് പറയും. സോ നമ്മൾ ആ LM പാരലൽ BC ആയ കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യും, LM BC പാരലൽ ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രൊപ്പോർഷൻസ് സെയിം ആയിരിക്കുമല്ലോ. എന്തിൻ്റെ പ്രൊപ്പോർഷൻസ്, AM ബൈ AB. നമ്മളിപ്പോൾ നേരത്തെ പ്രൂവ് ചെയ്തല്ലോ BPT മീൻസ് +1 ആഡ് ചെയ്തിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്തില്ലേ, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. പകുതിയല്ല. കാരണം എന്താ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതും ഹാഫ് ബൈ ഫുള്ളാണ് അല്ലേ. ഹാഫ് എന്നല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ. ഇവിടുന്ന് സാധാരണ നമ്മൾ ഇതേ ഡിവൈഡ് ബൈ ഇതല്ല ചെയ്ത്, ഇതേ ഡിവൈഡഡ് ബൈ ഫുള്ളാണ്. ഇതേ ഡിവൈഡഡ് ബൈ AB ഈസ് ഈക്വൽ ടു, ഇതുവരെ അല്ല ഒരു ട്രയാങ്കിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത്, AL ഡിവൈഡഡ് ബൈ പിന്നെ ഇത് ഫുൾ AC. ഇത് കിട്ടി ബൈ തിയറം കേട്ടോ, ബൈ BPT തിയറം, ബൈ യൂസിങ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി ബൈ BPT എന്ന് എഴുതി. ഇതേ കോൺസെപ്റ്റിൽ LM പാരലൽ CD എന്ന് നമുക്കറിയാം, LN പാരലൽ CD അറിയാം. അതിനനുസരിച്ചിട്ട് എന്താ വരിക, AN ഡിവൈഡഡ് ബൈ ഫുൾ AD കൊടുക്കുക ഈസ് ഈക്വൽ ടു AL ഡിവൈഡഡ് ബൈ ഫുൾ AC കൊടുക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയി ഫസ്റ്റ് മുകളിലത്തെ. ഇത് ബൈ BPT തന്നെയാണ്. ഇതിനെന്താ ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ഇനി നിങ്ങൾ നോക്കുക, രണ്ടും ഇക്വേഷനിൽ AL/AC ആണ്, AL/AC. ഇതും AL/ACയുടെ ഈക്വൽ ആണ്, ഇതും AL/ACയുടെ ഈക്വൽ ആണെങ്കിൽ ഇത് തമ്മിൽ ഈക്വൽ ആവുമല്ലോ. അപ്പോൾ ഇത് ഫ്രം ഇക്വേഷൻ 1 and 2 AM/AB ഈസ് ഈക്വൽ ടു AN/AD.
ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആയി. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ അത്രയും മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് 2 ട്രയാങ്കിൾ തരും. ആ 2 ട്രയാങ്കിളിൽ ഈ നടുക്കിലത്തെ പോർഷൻ എന്താണെന്ന് അറിയോ, രണ്ടിലും കോമൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഭാഗം ഇതിൻ്റെ ഈക്വൽ ആക്കണം, അടുത്ത ഭാഗമായിട്ട് നമ്മൾ ഈ ഭാഗവും ഈ നടുക്കിൻ്റെ ഈക്വൽ ആക്കണം. അപ്പോൾ ഇത് ഇതിൻ്റെ ഈക്വലാണ്, ഇത് ഇതിൻ്റെ ഈക്വൽ ആണെങ്കിൽ ഇത് തമ്മിലും ഈക്വൽ ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടി വരിക. ഇനി നോക്കുക, ഇത് ഞാൻ ഓൾറെഡി എഴുതി വെച്ചു. ഇത് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇത് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഫിഗർ. ഈ ഫിഗറിൽ എന്താ നമുക്ക് തന്നിട്ടുണ്ടാവുക, ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പിടി കിട്ടണം. DE പാരലൽ ബി സി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തുള്ള പ്രപ്പോർഷൻ ഈക്വൽ ആയിരിക്കും ഈ ഭാഗത്തുള്ള പ്രപ്പോർഷൻ്റെ, അല്ലേ? നമ്മളോട് കണ്ടുപിടിക്കാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, AEൻ്റെ ലെങ്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. AEൻ്റെ ലെങ്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് DE പാരലൽ ബി സി എന്ന് തന്നിട്ടുണ്ട്. DE പാരലൽ ബി സി ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, DE പാരലൽ ബി സി ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ എഴുതി. ഇത് 2 ട്രയാങ്കിളും സിമിലർ ആണ്. കാരണം എന്താ, ഈ ട്രയാങ്കിൾ സിമിലർ ആവാൻ കാരണം എന്താ, പാരലൽ ആയതുകൊണ്ട്, സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട് എന്താ, നിങ്ങൾ ഈ ഭാഗം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട. ഓക്കെ, ഇത് രണ്ടും പാരലലാണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പാരലൽ തന്നുകൊണ്ട് എന്തായി, AE/AC. ഞാൻ പറഞ്ഞ ഇവിടുന്ന് ഇങ്ങോട്ട് ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പോലെ തന്നെ ഇത് ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഫുള്ള് കൊടുക്കാം ഈക്വൽ ടു, അപ്പോൾ ഇവിടെയും ഇവിടുന്ന് ഇങ്ങോട്ട് ബൈ ഫുൾ എടുക്കാം. എപ്പോഴും മുകളിൽ നിന്ന് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാട്ടോ, DB/AB. അതേപോലെ ഇവിടെ EC/CA. നമ്മൾ ഇപ്പുറത്തെ എങ്ങനെയാണോ എടുക്കുന്നത് ട്രയാങ്കിളിൻ്റെ മറ്റേ സൈഡിലും അതേപോലെ തന്നെയാണ് എടുക്കുന്നത്, കറസ്പോണ്ടിങ് ആയിരിക്കണം. സോ ഇവിടെ നമുക്ക് AEൻ്റെ വാല്യൂ ആണ് വേണ്ടത്. സോ എന്തായാലും നമ്മൾ ആ ഫോർമുല ജനറേഷനിൽ AE വരുത്തും. കാരണം അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് ചെയ്തു, പിന്നെ നമുക്കിവിടെ ടോട്ടൽ ലെങ്ത്തും അറിയാം, ഇവിടെയും ടോട്ടൽ ലെങ്ത് അറിയാം. സോ ടോട്ടലിന് എടുക്കുകയായിരിക്കും നല്ലത്. സോ എന്ത് ചെയ്യും, AE/AC. അപ്പോൾ ഇവിടെ AE/AC എടുക്കുമ്പോൾ എന്താ, ഒബ്വിയസ്ലി ഇവിടെ എന്തെടുക്കും, AD/AB എടുത്തു. നമുക്ക് ഇതൊക്കെ ബാക്കിയെല്ലാം തന്നിരിക്കുന്നുണ്ട്. ഇത് ടോട്ടൽ 9 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 തന്നിട്ടുണ്ട്, ഇത് 6 തന്നിട്ടുണ്ട്. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുക. AEൻ്റെ വാല്യൂ എന്ത് കിട്ടി, 3 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി എന്താ ചെയ്യുക, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കുക. എങ്ങനെ ഇത് നോട്ടിൻ്റെ അടിഭാഗത്തായിപ്പോയി. നമുക്ക് തന്നിട്ടുള്ള ഒരു 2 സാധനമുണ്ട്. ട്രയാങ്കിൾ PQR. ഈ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിൾ PQRും ട്രയാങ്കിൾ ഈ ചെറിയ ട്രയാങ്കിളും 2 സിമിലർ ആണെന്ന് തന്നിട്ടുണ്ട്. 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് എക്സസൈസിലാണ് വരിക. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ വെച്ചിട്ട് ഇതിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിരിക്കണമെന്ന് മാത്രം. ടെസ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ CBSE മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ആംഗിൾ Qൻ്റെ വാല്യൂ ആണ് പിടിക്കേണ്ടത്. ഈ Qൻ്റെ വാല്യൂ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇത്ര തന്നിട്ടുണ്ട്, 2 ട്രയാങ്കിളും സിമിലർ ആണ്. ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും സിമിലർ ആണ്. സിമിലർ ആണെങ്കിൽ 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ കൊറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളിൽ ഈക്വൽ ആയിരിക്കും, ഈ ആംഗിൾ കൊറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ, 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ നമ്മൾ അതിൽ ആ 2 ട്രയാങ്കിൾ 2 ആംഗിൾ ഈക്വലാന്ന് കാണിച്ചാൽ മതി. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കലി ഈക്വലായി മാറും. മനസ്സിലായില്ലേ എങ്ങനെയാണ്? ഇപ്പോൾ നോക്കുക, ഞാൻ ഇന്നലെയും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇവിടെ 20 ആണ് നമ്മൾ പ്രൂവ് ചെയ്തു, ഇതും 20 ആണെന്ന് പ്രൂവ് ചെയ്തു, ഇത് 30 ആണെന്ന് പ്രൂവ് ചെയ്തു, നമുക്ക് ഇതും 30 ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. 20 ഈക്വൽ 30. സോ ഓബ്വിയസ്ലി ഓട്ടോമാറ്റിക്കലി ഇത് ഈക്വൽ ആയി മാറും, ഇത് 130 ആവും. അപ്പോൾ ഇത് കാരണം എന്താ, ഒരു ട്രയാങ്കിളിൻ്റെ സം 180 ആവും, നമ്മൾ കാൽക്കുലേഷൻ ചെയ്താൽ 130 കിട്ടും. അപ്പോൾ ഇവിടെ അതേപോലെ 130 കിട്ടും. സോ നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ എപ്പോഴും 2 ആംഗിൾസ് ഈക്വൽ ആണെന്ന്, ഒരു 2 ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എന്താ, ഈ കേസിൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ട്രയാങ്കിൾ PQR പാരലൽ PQR സിമിലർ ട്രയാങ്കിൾ PDEൻ്റെ സിമിലർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സിമിലർ ആയതുകൊണ്ട് എന്തായിരിക്കും, ബിക്കോസ് നമുക്ക് എന്താ എഴുതാം സൊല്യൂഷനിൽ, ബിക്കോസ് ട്രയാങ്കിൾ PQR ഈസ് സിമിലർ ടു ട്രയാങ്കിൾ PDE. ഇത് രണ്ടും സിമിലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു,
സിമിലർ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിൾ ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ, അത് ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് എഴുതിയത്. അതേപോലെ തന്നെ എന്തായിരിക്കും, ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ആയിരിക്കും. ആംഗിൾ ഡിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ആംഗിൾ ക്യൂ. സോ ആംഗിൾ ക്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് വഴിയില്ലെങ്കിൽ നമ്മൾ ആംഗിൾ ഡി കണ്ടുപിടിച്ചാൽ മതി, കാരണം രണ്ടിൻ്റെയും വാല്യൂ സെയിം ആണ്. ആംഗിൾ ഡി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇൻ ട്രയാങ്കിൾ പി ഡി ഇ, പി ഡി ഇയിൽ നമുക്കറിയാം ആംഗിൾ പി പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഇ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, മൂന്നും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിൻ്റെ ഈക്വൽ ആയിരിക്കും, 180 ഡിഗ്രിയുടെ ഈക്വൽ ആയിരിക്കും. കാരണം ഒരു ട്രയാങ്കിളിൻ്റെ സം ആംഗിൾ സം പ്രോപ്പർട്ടി ബൈ യൂസിങ് ആംഗിൾ സം പ്രോപ്പർട്ടി റീസൺ അതിൻ്റെ മുന്നിൽ എഴുതി വയ്ക്കുക. ആംഗിൾ പി 40 ആണ്, ആംഗിൾ ഡി നമുക്ക് അറിഞ്ഞുകൂടാ. ആംഗിൾ ഇ എന്തായിരിക്കും തന്നിട്ടുണ്ട്, 60 ആണ്, 180. 60 + 40 100, 100 അങ്ങോട്ട് പോയി മൈനസ് ആവും. 180 - 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ആണ്. സോ ആംഗിൾ ഡി 80 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. സോ ആംഗിൾ ക്യൂവിൻ്റെ വാല്യൂം 80 ഡിഗ്രി ആയി. ഓക്കെ, നമുക്കിങ്ങനെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇടയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി പ്രാക്ടീസ് ആവും. ഇനി കൂടുതൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചെയ്യാം. കൂടെ തന്നെ NCERT-യിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് തോന്നുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പ്രാക്ടീസ് വിട്ട് ഇപ്പോൾ പഴയ ചാപ്റ്റർ വിട്ടുവെങ്കിൽ അത് പോവും, മൈൻഡിൽ നിന്ന് പക്കാണ് പോവും. അല്ലെങ്കിൽ നിങ്ങളുടെ 10th ക്ലാസ്സിൽ ആക്ച്വലി എങ്ങനെ ഒരു കുട്ടികൾ പഠിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളെ നെഗറ്റീവായിട്ട് ആക്കാൻ പറയുകയല്ല, പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം വേണ്ട പോലെ അല്ല നിങ്ങളുടെ പഠിത്തം പോയിരിക്കുന്നത്. സോ ഹാർഡ് വർക്ക് ചെയ്യുക, കുറച്ച് മാസത്തെ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ലൈഫ് തന്നെ കൊളാവും. കാരണം 10th ബേസ് ചെയ്തിട്ടാണ് നമുക്ക് 11th അഡ്മിഷൻസും കാര്യങ്ങളും കിട്ടുക. മാത്രമല്ല ഇപ്പം 10th മാർക്ക് കിട്ടിയാൽ പോലും, നല്ല മാർക്ക് കിട്ടിയാൽ പോലും അതിനൊരു ഞാൻ പറഞ്ഞേ വില ഇല്ലാത്ത അവസ്ഥയാണ്. ഞാൻ വീണ്ടും പറയുന്നത് ആരും നെഗറ്റീവ് ആക്കല്ല. വില ഇല്ലാത്ത അവസ്ഥ എന്ന് ഉദ്ദേശിച്ചത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അല്ലേ, പഴയ കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ കാണുന്നില്ല. സോ അപ്പോൾ +1 10th എളുപ്പത്തിൽ കുറച്ചെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് കിട്ടും, അവർ കയറി പോവും. അവർക്ക് അപ്പോൾ എന്താവും, +1 എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ പഠിക്കാത്തവർക്ക് എല്ലാവർക്കും അല്ലെങ്കിലേ മാർക്ക് ഉണ്ടാവും, കുറച്ച് പഠിക്കുന്നവർക്ക് തന്നെ അല്ലേ. അപ്പോൾ തീരെ നോക്കിയിട്ടില്ല, ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ തീരെ മാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണത്തേക്കാൾ മോശം അവസ്ഥയിലേക്ക് എത്തും. സോ പഠിക്കുക. ഇന്ന് പോലും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എല്ലാം റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ വിചാരിക്കണം, നിങ്ങളൊപ്പം പഠിക്കണം, ഡൗട്ട്സ് ചോദിക്കണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ. ടിൽ ദെൻ ബൈ.